നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പരാമർശം നാക്കുപിഴയല്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. BJP സംഘപരിവാർ തീവ്രതയോടെ മലപ്പുറത്തെ പരാമർശിച്ച വെള്ളാപ്പള്ളിയെ പിന്തുണച്ച ഏക നേതാവ് പിണറായി വിജയനാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചത് ചതിയാണെന്ന പരാമർശം തെറ്റ. രാജ്യസഭ എന്ന സേഫ് സോണിൽ ഇരിക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചയാളാണ് KC വേണുഗോപാൽ എന്നും മാത്യു കുഴൽനാടൻ. ഇംഗ്ലീഷ് മീഡിയം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ നടന്ന പ്രതിഷേധത്തിനിടെ സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ്. ആരോപണം വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന അധിക്ഷേപ പരാമർശം ഇവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയെന്ന. ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം കുട്ടികൾ ഏറ്റെടുക്കണമെന്ന് ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി. ആ ചുമതല അവർക്കിഷ്ടമുള്ളതായി മാറണം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറ്റായ മാതൃകകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ. ഇരട്ടയാർ ശാന്തിഗ്രാം SNDP തൊട്ടിയിൽപ്പടി റോഡ് നിർമ്മാണം ഗ്രാമപഞ്ചായത്തിന്റെ ഉദാസീനത മൂലം തടസ്സപ്പെട്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി. ഇതോടെ മുടങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ 15ഓളം കുടുംബങ്ങളുടെ ഗതാഗത യോഗ്യമായ ഒരു റോഡെന്ന സ്വപ്നം. അടിയന്തരമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്ന കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പരാമർശം നാക്കുപിഴയില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. BJP സംഘപരിവാർ തീവ്രതയോടെ മലപ്പുറത്തെ പരാമർശിച്ച വെള്ളാപ്പള്ളിയെ പിന്തുണച്ച ഏക നേതാവ് പിണറായി വിജയനാണ്. മുഹമ്മദ് റിയാസ് അമ്മായിയച്ഛനു വേണ്ടി പരിചയ തീർക്കുന്നു. മലപ്പുറത്തെ കള്ളക്കടത്ത് പണം തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. മതേതര സമൂഹത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയതും മുഖ്യമന്ത്രി തന്നെയാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചത് ചതിയാണെന്ന പരാമർശം തെറ്റാണ്. രാജ്യസഭ എന്ന സേഫ് സോണിൽ ഇരിക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചയാളാണ് KC വേണുഗോപാൽ എന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു. മലപ്പുറത്ത് നിന്നും 150 കിലോ സ്വർണവും 123 കോടി രൂപയും 5 വർഷത്തിനുള്ളിൽ പിടിച്ചുവെന്നും ഈ പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന് രാജ്യത്തോട് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായ പരാമർശം മലപ്പുറം ജില്ലയും ഒരു സമൂഹത്തെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനും BJPയും സംഘപരിവാറും കാലങ്ങളായി ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവിനെ അടിവരയിടുന്നതുമായിരുന്നു. അദ്ദേഹം ഒരു നാക്കുപിഴയിൽ അത് പറഞ്ഞതാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ സമാനമായ ഒരു പരാമർശം നടത്തിയപ്പോൾ മലപ്പുറത്ത് ഇതര മതക്കാർക്ക് ജീവിക്കാൻ പ്രയാസമാണ്, ശ്വാസം മുട്ടുന്നതാണെന്ന് പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന BJPക്കാരനല്ലാത്ത ഏക നേതാവാണ് പിണറായി വിജയൻ. ഓരോ സീറ്റും രാജ്യസഭ എന്ന സേഫ് സോണിൽ ഇരിക്കാതെ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആകെ ഉണ്ടായിരുന്ന ഒരു കനൽത്തരിയെ പരാജയപ്പെടുത്തി 63,000 വോട്ടുകൾക്ക് ലോക്സഭയിലേക്ക് ജയിച്ചു വന്ന് ലോക്സഭയിൽ സംഘപരിവാറിനും BJPക്കും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ വിരൽ ചൂണ്ടി ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന് രാജ്യമെമ്പാടും നടന്ന് സംഘപരിവാറിനും BJPക്കുമെതിരെ പോരാട്ടം നടത്തുന്ന KC വേണുഗോപാലാണ് ചതിച്ചത് എന്ന് പറയുന്ന മുഹമ്മദ് റിയാസ് സ്വന്തം അമ്മായിയച്ഛനെ സംരക്ഷിക്കാൻ, പരിച തീർക്കാൻ, കവചമൊരുക്കാൻ വേണ്ടി ഉള്ള ഒരു ദുർബലമായ പരിശ്രമമാണ് നടത്തുന്നത്. ഇംഗ്ലീഷ് മീഡിയം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ നടന്ന പ്രതിഷേധത്തിനിടെ സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി രംഗത്ത്. വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന അധിക്ഷേപ പരാമർശം ഇവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. അധിക്ഷേപ പരാമർശം നടത്തിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെയും നടപടി വേണമെന്നും അല്ലാത്തപക്ഷം ഇവർക്കെതിരെ തുടർ സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ 9ാം ക്ലാസ്സിലെ C ഡിവിഷൻ അപ്രതീക്ഷിതമായി നിർത്തലാക്കാൻ പോകുന്നുവെന്ന ആരോപണവുമായിട്ടായിരുന്നു രക്ഷിതാക്കളും യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയത്. ഇംഗ്ലീഷ് മീഡിയമായ C ഡിവിഷൻ നിർത്തണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മറ്റൊരു ആക്ഷേപവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പ്രതിഷേധത്തിനിടെ
സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്നാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആക്ഷേപം. വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന അധിക്ഷേപ പരാമർശം ഉദ്യോഗസ്ഥ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയെന്നും അധിക്ഷേപ പരാമർശം നടത്തിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെയും നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അല്ലാത്തപക്ഷം തുടർ സമരങ്ങൾക്ക് രൂപം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ നിലവാരം ഉയർത്തേണ്ടത് അവർ പഠിക്കുന്ന കലാലയത്തിലെയും അവർ സാഹചര്യം സംബന്ധിച്ചാണ്. പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് അവർക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ആ അധ്യാപകർ തന്നെ, ആ ഉദ്യോഗസ്ഥ തന്നെ ഈ കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയുന്നത് ഈ അധ്യാപികയാണ്. ഈ ദൃശ്യങ്ങളെല്ലാം കാണാൻ കഴിയുന്ന ഈ അധ്യാപികയാണ്, ഈ ഉദ്യോഗസ്ഥയാണ് ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ഇല്ല, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്, നിലവാരമില്ല എന്നുള്ളതിൽ. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിയെടുക്കുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രദേശത്തെ വിവിധ ഉന്നതികളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ പഠനത്തിനായി അടിമാലി സർക്കാർ ഹൈസ്കൂളിനെ ആശ്രയിക്കുന്നുവെന്നും വേണമെങ്കിൽ ഡിവിഷൻ നിലനിർത്താൻ ശ്രമിക്കാമെന്ന പരാമർശം നടത്തിയ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പിന് പരാതി സമർപ്പിച്ചതായും പരാമർശം നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത സമരവുമായി മുന്നോട്ടു പോകുമെന്നും മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസ് ഏലിയാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ്, KSU ജില്ലാ ജനറൽ സെക്രട്ടറി അലൻ സണ്ണി, മുൻ അസംബ്ലി വൈസ് പ്രസിഡന്റ് അഖിൽ ബേസിൽ രാജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം കുട്ടികൾ ഏറ്റെടുക്കണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. തൊടുപുഴ അല്ലസർ ഡെന്റൽ കോളേജിൽ നടന്ന പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ തെറ്റായ മാതൃകകൾ പിന്തുടരുന്നവരാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറ്റായ മാതൃകകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെയാണ് ബോധവൽക്കരണം നൽകേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വരുന്നത്. തെറ്റാണ് ചെയ്യുന്നതെന്നറിയാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ ബോധവാന്മാരാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം കുട്ടികൾ ഏറ്റെടുക്കണമെന്നും അത് ഇഷ്ടമുള്ള ചുമതലയായി മാറ്റണമെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. ആൻഡ് ടൊബാക്കോയുടെ യൂസ് വളരെയധികം ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ അത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഉപയോഗിക്കുന്നവർ അതിന് ഉള്ള ബാഡ് എഫക്ട്സ് അറിയാത്തത് കൊണ്ടും പിന്നെ ഒരു അഡിക്ഷൻ കൊണ്ടുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിഗരറ്റ് സ്മോക്കിംഗ് എത്രമാത്രം കേടിനുള്ളതല്ലാതെ ഇറ്റ് വാസ് റൊമാൻറ്റിസൈസ്ഡ് ആൻഡ് എവറി വൺ ഹൂ ഫോളോഡ് ദീ സ്റ്റാർസ് സ്റ്റാർട്ടഡ് ഫോളോയിങ് ദാറ്റ് ഓൾസോ. സോ അതിൽ തന്നെ ഇപ്പോൾ കുറച്ച് മാറിയിട്ടുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഇനിയും ചെയ്യേണ്ട കാര്യം ഉണ്ട്. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ശരത് ജി റാവു മുഖ്യപ്രഭാഷണം നടത്തി. മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ വിഷയാവതരണം നടത്തി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഖയസ് EK പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോളേജ് ചെയർമാൻ KM മൂസ ദിനാചരണ സന്ദേശം നൽകി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളോടൊപ്പം പുകയില കേന്ദ്രീകരിച്ച ക്യാൻസർ വിരുദ്ധ ക്യാമ്പയിനും ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇരട്ടിയാർ ശാന്തിഗ്രാം SNDP തൊട്ടിയിൽപ്പടി റോഡ് നിർമ്മാണം ഗ്രാമപഞ്ചായത്തിന്റെ ഉദാസീനത മൂലം തടസ്സപ്പെട്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റി. ഇതോടെ പ്രദേശത്തെ 15ഓളം കുടുംബങ്ങളുടെ ഗതാഗത യോഗ്യമായ ഒരു റോഡെന്ന സ്വപ്നമാണ് മുടങ്ങിക്കിടക്കുന്നത്. അടിയന്തരമായ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിൽ ഉൾപ്പെട്ട റോഡാണ് ശാന്തിഗ്രാം SNDP തൊട്ടിയിൽപ്പടി റോഡ്. ഏകദേശം 15ഓളം കുടുംബങ്ങളാണ് ഈ റോഡിന്റെ ഗുണഭോക്താക്കൾ. നിലവിൽ ഇവർക്ക് ഗതാഗത യോഗ്യമായ റോഡില്ല. SNDP ക്ഷേത്രം വക റോഡിലൂടെയാണ് ഇവർ നിലവിൽ സഞ്ചരിക്കുന്നത്. ഇവരുടെ യാത്രാക്ലേശം മനസ്സിലാക്കിയതോടെ ക്ഷേത്രം ഭാരവാഹികൾ സ്ഥലം സൗജന്യമായി വിട്ടു നൽകി. തുടർന്ന് പഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് റോഡ് നിർമ്മാണത്തിന് സ്ഥലം നൽകുകയും ചെയ്തു. പിന്നീട് പഞ്ചായത്ത് റോഡ് നിർമ്മാണത്തിനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ 2 ഘട്ടത്തിലായി 10 ലക്ഷം രൂപ വകയിരുത്തി. കോൺക്രീറ്റ് ചെയ്യാനുള്ള വഴി വെട്ടി വീതിയാക്കി നൽകാമെന്ന ഉദ്ദേശത്തോടെ ക്ഷേത്രം ഭരണസമിതി ജിയോളജി വകുപ്പിൽ നിന്ന് റോഡ് കടന്നു പോകുന്ന ഭാഗത്തുള്ള പാറകൾ പൊട്ടിച്ചു നീക്കാൻ അനുമതി വാങ്ങി. എന്നാൽ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള റോഡിൽ പാറ പൊട്ടിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ പഞ്ചായത്തിന്റെ അനുമതി വേണം. കൂടാതെ പൊട്ടിക്കുന്ന പാറ പഞ്ചായത്ത് ടെൻഡർ നൽകി ലേലം ചെയ്യണം എന്ന വ്യവസ്ഥ മുൻനിർത്തി നിർമ്മാണ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. പിന്നീട് വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ചയായി. തുടർന്ന് ടെൻഡർ നൽകി പാറ പൊട്ടിച്ചു നീക്കി നിർമ്മാണ പ്രവർത്തനം തുടരാമെന്ന തീരുമാനത്തിൽ എത്തി. എന്നാൽ നടപടി വൈകുന്നത് തങ്ങളെ ദുരിതത്തിലാക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. റോഡിന്റെ പഞ്ചായത്ത് ഉദാസീനതയാണ്. ഈ റോഡ് ഞങ്ങൾ 10-12 വീട്ടുകാർ നാളുകളായിട്ട് വഴിയില്ലാതെ കൊണ്ട് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അമ്പലക്കാരെല്ലാവരും കൂടെ ഉത്സാഹിച്ച് ഞങ്ങൾക്ക് ഒരു വഴി തുറന്നു തരാമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾ അതിനകത്ത് ഇറങ്ങി തിരിച്ച് മണ്ണോടി നടത്തിയിട്ടുണ്ട്.
അല്പപണിയുടെ പഞ്ചായത്തിൽ നിന്നുള്ള ഉദാസീനത കാരണമാണ് ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഈ ദുരിതം മാറ്റി തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. നിലവിൽ പൊട്ടിച്ച പാറ ഉൾപ്പെടെ ഇവിടെ കിടക്കുകയാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഈ റോഡ് നിർമ്മാണത്തിന് ഉദാസീനത തുടരുകയാണെന്ന് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. അടിയന്തര പ്രാധാന്യം നൽകി റോഡ് നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ നാട്ടുകാരെ മുൻനിർത്തി ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. മെമ്പർ പഞ്ചായത്തിൽ കൊടുത്തൊരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് പണികൾ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നിയമപരമായി നടത്തേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. അത് വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവം മൂലമാണ് ഇവിടെ നാളുകളായി, അതായത് കുടിയേറ്റ കാലം മുതൽ ഈ പ്രദേശത്ത് വസിക്കുന്ന ആളുകൾക്കില്ലാതിരുന്നൊരു വഴി എന്ന സങ്കല്പത്തിന് ഇപ്പം തടസ്സം നേരിട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഈ കാര്യത്തിൽ ഒറ്റ അഭിപ്രായമുള്ളൂ. പാർട്ടിയുടെ നിലപാടുകൾക്കും എല്ലാം അടിസ്ഥാനമായി ഈ ആളുകൾക്ക് ഈ വഴി എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും നിയമവശങ്ങളുണ്ടെങ്കിൽ ഇത് പരിഹരിക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദിത്തമാണ്. അതിന് മറ്റാരെയും രാഷ്ട്രീയപരമായോ മറ്റു രീതിയിലുള്ള കുറ്റങ്ങൾ പറയാനോ മറ്റാരുടെയും ഇത് അടിച്ചേൽപ്പിക്കാനോ ശ്രമിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവില്ലായ്മയാണ് എന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ ഇത്രയും പിടിയുന്ന ഇത് പുനഃസ്ഥാപിച്ച് ഈ വഴി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇതിൻ്റെ സമരപരിപാടികൾ, മുന്നോട്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ തീരുമാനിച്ച് പാർട്ടിയായിട്ട് തീരുമാനിച്ച് പഞ്ചായത്ത് പഠിക്കലും പഞ്ചായത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ സമരവുമായിട്ട് ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പിടിയുന്ന ഇവിടുത്തെ വാർഡിൻ്റെ മെമ്പറും പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഉൾപ്പെടെ എല്ലാവരും എത്രയും പിടിയുന്ന ഈ പണി പൂർത്തീകരിച്ച് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ, ഈ വഴിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് അവർക്ക് വഴി സഞ്ചാരയോഗ്യമാക്കണമെന്ന് കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ പാറ പൊട്ടിച്ചു നീക്കി മണ്ണ് പണികൾ പൂർത്തീകരിച്ചു നൽകാത്തതാണ് നിർമ്മാണം തുടങ്ങാൻ താമസം നേരിടുന്നതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. ലേലത്തിൽ പോയ വാഹനം മോഷ്ടിച്ചു കടത്തിയ സംഘം അറസ്റ്റിൽ. വാഹനത്തിന്റെ മുന്നുടമസ്ഥനും സുഹൃത്തുക്കളും ചേർന്നാണ് മോഷണം നടത്തിയത്. നെടുങ്കണ്ടത്ത് നിന്നാണ് വാഹനം മോഷണം പോയത്. കഴിഞ്ഞ ദിവസമാണ് പ്രതികൾ പിടിയിലായത്. മുത്തൂറ്റ് ഫിനാൻസിൽ നിന്നും സ്വകാര്യ വ്യക്തി ലേലത്തിൽ പിടിച്ച മഹീന്ദ്ര താർ വാഹനമാണ് സംഘം മോഷ്ടിച്ചു കടത്തിയത്. വാഹനത്തിന്റെ മുൻ RC ഓണർ കൊല്ലം സ്വദേശിയായ ജോയ്മോൻ, എറണാകുളം സ്വദേശികളായ ഉമർ ഉൽ ഫറൂഖ്, അഭിജിത്ത്, രാഹുൽ, മുഹമ്മദ് ബാസിദ് എന്നിവരാണ് അറസ്റ്റിലായത്. മുത്തൂറ്റ് ഫിനാൻസിൽ ഒന്നാം പ്രതി സറണ്ടർ ചെയ്ത വാഹനം പിന്നീട് മറ്റൊരു വ്യക്തി ലേലത്തിൽ പിടിച്ചിരുന്നു. പേര് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടെ വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന GPS സഹായത്തോടെ വാഹനം നെടുങ്കണ്ടത്തുണ്ടെന്ന് മനസ്സിലാക്കുകയും ഒന്നാം പ്രതിയായ മുൻ RC ഓണർ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കടത്തിക്കൊണ്ടു പോവുകയുമായിരുന്നു. ഈരാറ്റുപേട്ട സ്വദേശിയുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടുകയും വാഹനം കണ്ടെത്തുകയും ചെയ്തത്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വീട്ടമ്മയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അയൽവാസി അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ വാളാടി മേപ്പുരട്ട് സ്വദേശി ലളിതയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ഇവരുടെ അയൽവാസിയും ഓട്ടോ ഡ്രൈവറുമായ രാംരാജാണ് പിടിയിലായത്. കഴിഞ്ഞ മാസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. വണ്ടിപ്പെരിയാർ വാളാടി മേപ്പുരട്ടിൽ താമസിക്കുന്ന മണ്ണാറക്കൽ ലളിതയ്ക്കാണ് മർദ്ദനമേറ്റത്. അതിർത്തി തർക്കത്തെ തുടർന്ന് ഇവരുടെ അയൽവാസിയായ ഓട്ടോ ഡ്രൈവർ രാംരാജ് മർദ്ദിച്ചെന്നാണ് പരാതി. മർദ്ദനത്തിൽ വാരിയലിന് പൊട്ടലേറ്റ വീട്ടമ്മ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ഒളിവിലായിരുന്ന പ്രതിയെ വണ്ടിപ്പെരിയാർ SI TS ജയകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിലൂടെ മതസ്പർദ്ധ വളർത്തിയെന്ന കേസിൽ ഒരാളെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലം കീരമ്പാറ വെള്ളിയാമ്പള്ളിൽ മോഹൻ വി എബ്രഹാമാണ് അറസ്റ്റിലായത്. മോഹൻ എബ്രഹാം എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി മുസ്ലിം സമുദായത്തെ അവഹേളിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റി നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. പ്രാഥമിക അന്വേഷണത്തിൽ പരാതി സത്യമെന്ന് ബോധ്യപ്പെട്ടതായും ഇയാൾ ഉപയോഗിച്ചിരുന്ന ഫോൺ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി പിടിച്ചെടുത്തതായും തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ S മഹേഷ് കുമാർ പറഞ്ഞു. ഫോറൻസിക് പരിശോധനയിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. മുമ്പും സമാനമായ പോസ്റ്റുകൾ ഇയാൾ സമൂഹ മാധ്യമത്തിൽ പലതവണ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സമൂഹ മാധ്യമത്തിലൂടെ മതസ്പർദ്ധ വളർത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് സബീർ MA, ജനറൽ സെക്രട്ടറി ഷാഹുൽ കപ്രാട്ടിൽ എന്നിവരാണ് തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ഒരാഴ്ച അയ്യപ്പൻകോവിൽ മേഖലയിൽ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും 9 ഏക്കറോളം സ്ഥലത്തെ കൃഷിദേഹണ്ഡങ്ങൾ നശിച്ചു. അടിയന്തര സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്ന് കർഷകർ പറയുന്നു. കാലവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഹൈറേഞ്ചിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ വേനലിൽ ഹൈറേഞ്ചിലെ പ്രധാന കൃഷിയായ ഏലം മേഖലയ്ക്ക്
വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. തുടർന്ന് ഏറെ കഷ്ടപ്പെട്ടാണ് കർഷകർ ഏലം വീണ്ടും കൃഷി ചെയ്തത്. ഇതിന് പിന്നാലെയാണ് കാലവർഷവും കർഷകർക്ക് തിരിച്ചടിയായത്. മാറി മാറി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം കാർഷിക മേഖല വളരെ പ്രതിസന്ധിയിലാണെന്ന് കർഷകർ പറയുന്നു. കൂടാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര സഹായം ഉണ്ടായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്നും കർഷകർ പറഞ്ഞു. ഇപ്പോൾ തന്നെ എങ്ങനെ ഒരു 200ഓളം ചെടികളും മൊത്തം തീർന്നു കിട്ടി. ഏതായാലും മൊത്തത്തിനായിട്ട് ഒരുമാതിരി നല്ല രീതിയിൽ ഈ വർഷം ഒരുമാതിരി ആയി വന്നുകൊണ്ടിരിക്കും. ജീവൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെയൊക്കെ ചാണകപ്പൊടി കിട്ടാനില്ലാണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടെ ചാണകപ്പൊടി കൊണ്ട് ഇറക്കി എല്ലാത്തിൻ്റെ ചൂട്ടിപ്പട ഇടുകയും അപ്പോൾ പെണ്ണുങ്ങളെ നിർത്തി ചാണകപ്പൊടി ഇടുകയും ചെയ്തു. അതുപോലെ പടർന്നുകൊണ്ടിരിക്കുന്നതാണ്. 4 വർഷം ആയതുകൊണ്ട് കഴിഞ്ഞ വർഷം അങ്ങനെ കുറവ് ചെടി ഉണങ്ങി പോയിട്ട് ഈ വർഷം ഞാൻ പുതുക്കിയിട്ട് കയറ്റിക്കൊണ്ട് വന്ന ചെടിയാണ്. എന്നിട്ട് ഇതുപോലെ ചെയ്തിട്ട് അതിന് വെറും 6000 രൂപ. അത് പുതുക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് 1 രൂപ പോലും കിട്ടിയിട്ടുമില്ല എല്ലാവരും. പക്ഷേ ഞാൻ ഈ സ്ഥലത്ത് ഞാൻ ഇൻഷുർ വരെ ചെയ്തിട്ടിരിക്കുന്ന കൃഷി ഇൻഷുർ ചെയ്തിരിക്കുന്ന എന്നിട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ലെന്നോ. കൃഷിക്കാരെ എങ്ങനെയെങ്കിലും സഹായിക്കുക. അങ്ങനെ അല്ലെങ്കിൽ കാരണം ഞങ്ങൾ കൃഷി നിന്ന് പോകും, നിഷ്കേഷം നിന്ന് പോകും. ഞങ്ങളെക്കൂടെ വന്ന എങ്ങനെയെങ്കിലും സർക്കാർ ഒരു ചെറിയ വന്ന ആകർഷണത്തിനാണെങ്കിലും ഒരു ചെറിയ സബ്സിഡി ആണെന്ന് തന്ന് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളെപ്പോഴുള്ളവർക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. കടുത്ത വേനലിൽ ഏലം കൃഷി നശിച്ച കർഷകർക്ക് തുച്ഛമായ ധനസഹായമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചത്. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ അറിവ് പകരാൻ ആശ്രയമാകാം പദ്ധതിക്ക് തുടക്കമായി. കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ഹൊറൈസൺ മോട്ടോഴ്സിന്റെയും ആൻസൺ ചിറ്റ്സിന്റെയും സഹകരണത്തോടെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്ന അറിവ് പകരാൻ ആശ്രയമാകാം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത്. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കന്മാര് വിദ്യാഭ്യാസം ചെയ്യുകയും ഇന്ന് അറിവ് നേടാനായിട്ട് ഈ സമൂഹത്തിനെ വെളിച്ചമാക്കുവാൻ പ്രകാശമാക്കുവാൻ നിങ്ങളെ ഇന്ന് വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരും. യഥാർത്ഥത്തിൽ പറഞ്ഞത് ഈ അറിവ് നേടാൻ നിങ്ങളെ കൂടുതൽ പ്രാപ്തമാക്കുവാൻ വേണ്ടി കൂടിയാണ് ഇന്ന് കട്ടപ്പന ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ഇന്ന് നിങ്ങളെ സഹായ വസ്തുവുമായി വരുന്നത്. അന്നിങ്ങനെ സഹായിക്കാനുള്ള ആരുമില്ലായിരുന്നു. അങ്ങനെ ഇതിനുള്ള സാഹചര്യമില്ലായിരുന്നു, മനസ്സുമില്ലായിരുന്നു. പക്ഷെ ആ സാഹചര്യങ്ങൾ മാറി, മനസ്സ് മാറി, ഇവരുടെ കൂട്ടായ്മ നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സഹായം 50 പേർ കഴിയുമ്പോൾ 100 രൂപ മുടക്കിയാൽ 50 പേർ കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് 50,000 രൂപയായി മാറും. അങ്ങനെ ആ 100 രൂപ മുടക്കിയാൽ അല്ലെങ്കിൽ 500 പേര് മുടക്കിയാൽ രൂപ കുറയ്ക്കുന്നത് കൊണ്ട് ആ ഒരു സഹായവും മനസ്സുമുള്ള ഒരു വലിയ ഒരു കൂട്ടായ്മയാണ്. കഴിഞ്ഞ 10 വർഷമായി ഹൈറേഞ്ച് മേഖലയിലെ 25 സ്കൂളുകളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയിൽ ഇത്തവണ 35 സ്കൂളുകൾക്കാണ് സഹായം നൽകുക. സഹായം ആവശ്യമുള്ള കുട്ടികളെ അധ്യാപകർ തന്നെയാണ് കണ്ടെത്തുന്നത്. ഇതോടൊപ്പം കോഴിമല ബാലവാടി അങ്കണവാടിയിലെ മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യും. അറിവ് പകരാൻ ആശ്രയമാകാൻ പദ്ധതിക്കായി ഇത്തവണ 2.5 ലക്ഷം രൂപയാണ് വിനിയോഗിക്കുന്നത്. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ KL സുരേഷ് കൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ ഷിനു മാനുവൽ, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, എഡ്യൂക്കേഷണൽ ഫോറം ചെയർമാൻ JB ജോസഫ്, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ, KV വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കുമളി 66 മൈലിന് സമീപം നിയന്ത്രണം വിട്ട കാർ 3 വാഹനങ്ങളിൽ ഇടിച്ച അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തേനിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ 66 മൈലിന് സമീപം എത്തിയപ്പോൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ഇതേ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വണ്ടിപ്പെരിയാറിൽ നിന്നും കുമളിയിലേക്ക് വരികയായിരുന്ന ഓൾട്ടോ 800 കാറിൽ ഇടിച്ചു. ഈ കാർ തലകീഴായി മറിഞ്ഞു. തുടർന്ന് പുറകെ എത്തിയ മറ്റൊരു കാറിലും ഇടിച്ചാണ് വാഹനം നിന്നത്. അപകടത്തിൽ വണ്ടിപ്പെരിയാർ HPC സ്വദേശികളായ ഹക്കീം, സഫീന, ഇവരുടെ 1 വയസ്സുള്ള കുട്ടി എന്നിവർക്കും മറ്റു 2 പേർക്കും പരിക്കേറ്റു. തുടർന്ന് കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതവും തടസ്സപ്പെട്ടു. അപകടത്തിൽപ്പെട്ട 3 വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന പടമുഖം സ്നേഹമന്ദിരത്തിലെ കുരുന്നുകൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്ന് ഇടുക്കി ADM ഷൈജു P. ജേക്കബ് പടമുഖം സ്നേഹമന്ദിരം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന പടമുഖം സ്നേഹമന്ദിരത്തിലെ കുരുന്നുകളെ കാണുവാനും പഠനത്തിനായി ഇവർക്ക് പ്രോത്സാഹനം നൽകുവാനുമാണ് ഇടുക്കി ADM ഷൈജു P. ജേക്കബ് പടമുഖം സ്നേഹമന്ദിരത്തിൽ സന്ദർശനം നടത്തിയത്. പടമുഖം സ്നേഹമന്ദിരത്തിലെ കുരുന്നുകൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്.
അവർക്ക് മുന്നേറാനുള്ള കരുത്ത് പകരുക എന്നതാണ് നമ്മുടെ ദൗത്യമെന്ന് ADM ഷൈജു പി ജേക്കബ് പറഞ്ഞു. പുസ്തകം വായിക്കുമ്പോൾ നമ്മളിവിടെ ആയിരിക്കുന്നത് കുട്ടികൾ വിചാരിക്കരുത് ഇത് ഞങ്ങൾക്ക് ദോഷകരമായി ദൈവം ചെയ്തതാണ് എന്ന് വിചാരിക്കരുത്. നല്ല ഒരു പപ്പയും മമ്മിയും നിന്നുമുണ്ട്. ഈ അനുഭവത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കുടുംബങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുള്ളത് കൊണ്ട് പറയാം, പല കുടുംബത്തിലും വലിയ കാശും സ്വാധീനവും ഔദ്യോഗിക പദവികളും ഉള്ളതിൽ സമാധാനമില്ല. ഇവിടെ നല്ല സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിൽ പപ്പായുടെയും മമ്മിയുടെയും കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളാണ് ഞാൻ പറയുമ്പോൾ ഏറ്റവും ലക്കി ആയിട്ടുള്ള ആൾക്കാർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബാലകനെ പോലെ വളർന്ന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള ആൾക്കാരാണ് എന്നുള്ളത് നിസ്തർക്കം പറയാം. അബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. രണ്ടാനമ്മ വന്നു. ഒരുപാട് ബുക്സൊക്കെ വായിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അദ്ദേഹം അമ്മാവിന്റെ സ്ഥലത്തേക്ക് പോകേണ്ട വന്നു. ചെരുപ്പൂത്തിയായിട്ട് ജോലി ചെയ്യേണ്ട വന്നു. വിളക്കിന്റെ വെട്ടത്തിരുന്ന് പഠിച്ച് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട്, അതായത് മറ്റു വീട്ടിലെ സ്ട്രീറ്റ് ലൈറ്റ് കത്തും പറഞ്ഞ ചോട്ടിലിരുന്ന് പഠിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാനായിട്ട് സാധിച്ചെങ്കിൽ ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിങ്ങളെ തളർത്തിക്കളയാനല്ല, നിങ്ങൾ പഠിച്ച് വളർന്നു. സ്മോൾ ബേഡ്സ്, ഞാനിപ്പോഴും പറയുന്നത് അബ്ദുൽ കലാം സാർ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം രാമേശ്വരത്ത് പോയപ്പോൾ അദ്ദേഹത്തിന്റെ കല്ലറകളെല്ലാം വിസിറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്മോൾ ബേഡ്സ് സ്റ്റോപ്പ് ദെയർ ഫ്ലൈയിങ് when rains come, but eagle flies over the clouds and sees its destination. പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴാണ് കൂടുതൽ നമ്മള് എന്താ പറയുന്നത്, ശക്തരാകുന്നത്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത്, ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പടമുഖം സെന്റ് ജോസഫ് UP സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സുദീപിക്ക് യോഗത്തിൽ വെച്ച് ആദരവും നൽകി. പടമുഖം ഫെറോന ഇടവക വികാരി ഫാദർ ഷാജു ചാമക്കാല പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ ഡോക്ടർ VC രാജു, നോബിൾ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജെയിൻ അഗസ്റ്റിൻ, അടിമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി സജി കണ്ണാട്ട്, സ്നേഹമന്ദിരം PRO ജോർജ് അമ്പഴം തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന മേട്ടുക്കുഴി അങ്കണവാടിയിൽ പ്രവേശനോത്സവം നടന്നു. നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരിയിടം ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ചാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരിയിടം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ അങ്കമാടിയിൽ ഇവിടെ കൊണ്ടാക്കി അതിനെ ഒരു സ്കൂളിൽ പോകാൻ തക്ക അതിനെ ആ പരുവത്തിലേക്ക് എത്തിക്കുന്ന ഒരു ടീച്ചറിൻ്റെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ വീട്ടിൽ 2 വയസ്സും 3 വയസ്സും 4 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. എന്നാൽ ഇവിടെ രാവിലെ 9 മണിക്ക് ശേഷം ഇവിടെ കൊണ്ടുപോയിട്ട് ഏതാണ്ട് 3:30-4 മണി വരെ ഈ കുഞ്ഞുങ്ങളെ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെ ആ കുഞ്ഞുങ്ങളെ വേണ്ട പരിപാലനയൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ ക്രമീകരിച്ച് കൊണ്ടുവരുന്ന നമ്മുടെ അങ്കമാടി ടീച്ചറെ, ഹെൽപ്പർ, അവർക്കൊക്കെ പ്രത്യേകം നമ്മൾ അവരെ അഭിനന്ദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവിധ സഹകരണങ്ങളും നമുക്ക് ഈ അങ്കമാടിക്ക് നൽകാം. അങ്കണവാടി ടീച്ചർ സിനി കല്ലേപ്പള്ളിയിൽ അധ്യക്ഷയായിരുന്നു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. രഞ്ജിത്ത് രവീന്ദ്രൻ, ഷിബ വിജയൻ, ആശാ വർക്കർ അനില മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ പഞ്ചായത്ത് കിടങ്ങ് ഭാഗം അങ്കണവാടിയിൽ പ്രവേശനോത്സവവും യാത്രയപ്പും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷിജി സിബി അധ്യക്ഷത വഹിച്ചു. കോഴിമല രാജപുരം അങ്കണവാടിയിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം കോവിൽമല രാജാവ് രാമൻ രാജപന്നാൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ കിടങ്ങ് ഭാഗം അങ്കണവാടിയിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിൽ CSI ഇടവക വികാരി ഐ ദാനിയേൽ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് താഴ്മ പഠിപ്പിക്കുന്നത്, എളിമ പഠിപ്പിക്കുന്നത്, വിനയം പഠിപ്പിക്കുന്നത്, അവരുടെ വാക്കുകൾ നീതിബോധത്തോടുകൂടെ സ്നേഹമുള്ള, വാത്സല്യമുള്ള കുരുന്നുകളെ വാർത്തെടുക്കുന്നത്, ഇവയൊക്കെയും വീടുകളിൽ നിന്നാകണം. പുതുതായി അങ്കണവാടിയിലേക്ക് എത്തിയ 10 കുട്ടികളെ ഉപഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. അതോടൊപ്പം അങ്കണവാടിയിൽ നിന്ന് ഉയർന്ന ക്ലാസുകളിലേക്ക് പോയ കുട്ടികളെയും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. കോവിൽമല രാജപുരം അങ്കണവാടിയിൽ നടന്ന പ്രവേശനോത്സവം കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ഉദ്ഘാടനം ചെയ്തു.
ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ അങ്കണവാടി കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം വി.ആർ. ആനന്ദൻ അധ്യക്ഷനായിരുന്നു. ഇളയരാജാവ്, ബാലൻ ചുക്കൻ, ജാഗ്രതാ സമിതി അംഗം ജെയ്മോൻ അഴകൻ പറമ്പിൽ, റിട്ടയേർഡ് SI ശശിധരൻ, അങ്കണവാടി വർക്കർ M. വഹീദ എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മഴക്കാലം എത്തിയതോടെ വറ്റി വരണ്ട് കിടന്നിരുന്ന ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായി. നുരഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. സോഷ്യൽ മീഡിയ റീലുകളിലും ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങളുടെ ദൃശ്യചാരുത നിറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി മഴ തിമിർത്ത് പെയ്തതോടെ ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെയും വേനൽ കവർന്ന ഭംഗി വീണ്ടെടുത്തു കഴിഞ്ഞു. പച്ചപ്പിന് നടുവിൽ പാറയിടുക്കുകളിലൂടെ വന്യമായി നുരഞ്ഞൊഴുകുന്ന ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി സഞ്ചാരികൾക്ക് എത്ര കണ്ടാലും മതിവരുന്നതല്ല. ചീയപ്പാറ, വാളറ, കുത്തുങ്കൽ തുടങ്ങി പേര് കേട്ടതും കേൾക്കാത്തതുമായ വെള്ളച്ചാട്ടങ്ങൾ ഹൈറേഞ്ചിൽ ധാരാളമുണ്ട്. ദേശീയപാത 85 മൂന്നാറിലേക്കുള്ള യാത്രാമധ്യേ കാണുന്ന ചീയപ്പാറ, വാളറ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങി അല്പനേരം ഭംഗി ആസ്വദിക്കാതിപ്പോൾ സഞ്ചാരികൾ കടന്നു പോകാറില്ല. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇവിടെ ആയിട്ട് ഒന്നുമല്ല, പോകുന്ന വഴിക്ക് ജസ്റ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ. കേറിയതാ, അടിപൊളിയാണ്. ശക്തമായ മഴ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞതോടെ നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ട്. മഴ മൂടിയ ഇടുക്കിയുടെ മനോഹാരിത ആസ്വദിക്കാൻ സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്നാണ് പ്രതീക്ഷ. ഇടുക്കിയെ ഏറ്റവും കൂടുതൽ മനോഹരമായി കാണാൻ കഴിയുന്ന കാലമാണ് മഴക്കാലം. വേനലിൽ മെലിഞ്ഞൊട്ടുന്ന വെള്ളച്ചാട്ടങ്ങൾ അതിൻ്റെ ഭംഗി അത്രയും വീണ്ടെടുത്തൊഴുകുന്ന കാഴ്ചയാണ് മഴക്കാലത്ത് ഇടുക്കിയെ മിടുക്കിയാക്കുന്നത്. മഴക്കാലം അവസാനിക്കും വരെ ഹൈറേഞ്ചിന്റെ ഭംഗി ഇതേ റേഞ്ചിൽ തുടരും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ദ കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്കാലയിലെ വിവരം. ആകെ ലൂട്ട് 104, വിൽപ്പനയ്ക്ക് വന്നത് 22,003, വിൽപ്പന നടന്നത് 21,482, കൂടിയ വില 2,999, ശരാശരി വില 2,400. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 665 രൂപ, ഏലം കൂടിയ വില 2,350, ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 780, കൊക്കോ 80, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,080 രൂപ, വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പരാമർശം നാക്കുപിഴയല്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. BJP സംഘപരിവാർ തീവ്രതയോടെ മലപ്പുറത്തെ പരാമർശിച്ച വെള്ളാപ്പള്ളിയെ പിന്തുണച്ച ഏക നേതാവ് പിണറായി വിജയനാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചത് ചതിയാണെന്ന പരാമർശം തെറ്റ. രാജ്യസഭ എന്ന സേഫ് സോണിൽ ഇരിക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചയാളാണ് KC വേണുഗോപാൽ എന്നും മാത്യു കുഴൽനാടൻ. ഇംഗ്ലീഷ് മീഡിയം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ നടന്ന പ്രതിഷേധത്തിനിടെ സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ്.
ആരോപണം വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന അധിക്ഷേപ പരാമർശം ഇവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയെന്ന്. ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം കുട്ടികൾ ഏറ്റെടുക്കണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. ആ ചുമതല അവർക്കിഷ്ടമുള്ളതായി മാറണം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറ്റായ മാതൃകകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ. ഇരട്ടയാർ ശാന്തിഗ്രാം SNDP തൊട്ടിയിൽപ്പടി റോഡ് നിർമ്മാണം ഗ്രാമപഞ്ചായത്തിന്റെ ഉദാസീനത മൂലം തടസ്സപ്പെട്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി. ഇതോടെ മുടങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ 15ഓളം കുടുംബങ്ങളുടെ ഗതാഗത യോഗ്യമായ ഒരു റോഡെന്ന സ്വപ്നം. അടിയന്തരമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്ന കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.